ഇന്നൊരു ചെറിയ പണിയുണ്ട്, അതിനാണ് എൻ്റെ കയ്യിൽ ഈ കുഞ്ഞു തൂമ്പ ഇരിക്കുന്നത്. അപ്പൊ എന്നാ പണിയെന്ന് നോക്കാം. ബായോ. ഇവിടെയാണേ. ഇവിടെ ആരും നട്ടു വെച്ചതൊന്നുമല്ല, തന്നെ ആയതാ. മുളയുണ്ടായിരുന്നു. അച്ഛൻ നട്ടു വെച്ചിരുന്നതാ, പക്ഷെ പറിച്ചു കഴിഞ്ഞ് അതിന്റെ മണ്ടഭാഗം ഇവിടെ കിടന്നതാ. അയ്യോ, ഇത് പാടാ. ഉണ്ടെന്ന് തോന്നുന്നു. എനിക്ക് പാടാ. ഞാൻ പറിക്കാം. ചേട്ടാ തന്നെ പറിക്കേണ്ടി വരും. അയ്യോ, എന്നാ ആയുധം. അതെല്ലാം ഒരു ചോടാണോ പോലും? അതെല്ലാം ഒരു ചോടാണോ പോലും? അറിയത്തില്ല. കാണിച്ചിരാവേ. ഇതാണ് ഞങ്ങള് പറിക്കാൻ വന്ന കാച്ചില്. ഇതിൻ്റെ അകത്ത് ഉണ്ടെന്ന് തോന്നുന്നു. പെട്ടെന്ന് ഒരു കൊതി കാച്ചിൽ തിന്നണമെന്ന്. അപ്പൊ ഉറങ്ങിക്കിടന്ന ആളെ വിളിച്ചോണ്ട് വന്നാണേ. ഇതിന്റെ കൊതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 1.5 കൊതിയല്ലേ. അതെല്ലാം ഒരു ചോടാണോ ഏട്ടേ? എല്ലാം ഒരു ചോടാണോ? ഇത് ശരിക്കുമുള്ള കൃഷിക്കാർ കാണുമ്പോൾ പറയും ഇത് ഇങ്ങനെയൊന്നും അല്ല പറിക്കണ്ടേന്നേ. കാച്ചിലിനോട്ടൊക്കെ ഒത്തിരി കൊത്തു കൊള്ളുന്നുണ്ട്. വല്ലതും നടക്കുവോ? ശരിയാ. പക്ഷെ നീലക്കാച്ചിലിന് അങ്ങനത്തെ വലിയ കുഴപ്പമുണ്ടെന്ന് തോന്നില്ല. മാട്ടുകാച്ചിലിനൊക്കെയാ അങ്ങനത്തെ. ഇതിപ്പോ ഞാൻ കുറച്ച് നേരം കൂടി നോക്കിയിട്ട് പറ്റുന്നില്ലെങ്കിൽ ആ കാണുന്ന ആ ഒരു കാച്ചിലിന്റെ കഷ്ണം മുറിച്ചെടുത്തോണ്ട് ഞാൻ ഓടും കേട്ടോ. കാണാവേ. കുത്താനും പറ്റൂല. കയ്യിലൂടെയൊക്കെയാ കാച്ചിലിന്റെ ഭാഗങ്ങൾ പോയേക്കുന്നതെന്ന് പറയാൻ പറ്റിയല്ലേ. നിർത്തിയാല പരിപാടി. നോക്കി നിന്ന് മടുത്തു. ആൾക്കാർ നാണം കെടുത്തു. അയ്യോ, നമ്മൾ പറിക്കാതെ പോയാൽ പറിക്കണ്ടേ. കയ്യാലയ്ക്കൊട്ട് അല്ലേ, കയ്യാലയ്ക്ക് ഉറപ്പായിട്ട് അതവിടെ നിന്നോട്ടെ. അയ്യോ, ഇത്രയും ഇവിടം വരെ ഉള്ളതാണോ? അധ്വാനത്തിന്റെ വേർപ്പ് കാണിച്ചു തരണോ? ഒന്ന് നോക്കിയോട്ടെ. കണ്ടോ? അധ്വാനിക്കുന്ന പുരുഷനാണേ. കിണിച്ചോണ്ട് നിൽക്കാതെ ഇച്ചിരി വെള്ളം എടുത്തോണ്ട് പോവാ. വെള്ളം എടുക്കാം. അയ്യോ, അത്രയും പ്രതീക്ഷിച്ചില്ല. നിർത്തിയാലോ? കൂളായിട്ട് വന്നിട്ട് പറിച്ചിട്ട് പോവാന്ന് വിചാരിച്ചു. നിർത്തിയാലോ? നോക്കി നിന്നും മടുത്തു. ഞാൻ നട്ടുവെച്ചൊരു കാച്ചില് കാണിച്ചു തരാം. അതാ, ഇതാണ് ഞാൻ നട്ടുവെച്ച കാച്ചില്. തന്നെ ഉണ്ടായത് അങ്ങനെ നട്ടുവെച്ചത്. കണ്ടോ കൈപുണ്യം. പറയാനുണ്ടോ? ഇന്ന് മുഴുവൻ വേണ്ടി വരുമല്ലോ ഇതൊന്ന് പറിച്ചെടുക്കാൻ ചേട്ടേ. വേരൊക്കെ പോട്ടുണ്ട് ഇതിന്റെ കൂടെ. അടിയിലോട്ടുണ്ടോ? പറയാൻ പറ്റിയല്ലേ. ആ ചെറിയൊരു ചലനം വരുന്നുണ്ടോ? അനക്കം. അനങ്ങിയാ രക്ഷപ്പെട്ടു. അടിയിലോട്ട്, ഒരുപാട് അടിയിലോട്ടല്ല, അതുകൊണ്ട് ഇത് ഇങ്ങനെ നിരന്നാ കിടക്കുന്നത്. ഒരുപാട് താഴോട്ട് പോയിട്ടില്ല. താഴോട്ടുണ്ടെങ്കിൽ ഒത്തിരി പാടായ. ഇത് വേറെ മൂടാണോ അതോ? രണ്ട് ഇത് കാണുന്നുണ്ട്. കണ്ടോ, അവിടുന്ന് വേറൊരു മുള കാണുന്നുണ്ട്. ഇന്ന് കാച്ചില് തന്നെ വേണോ? വേറെന്തേ കപ്പയായാലോ?
കുറച്ച് നമ്മളിപ്പോ എടുക്കൂലേ. കൊറേ ഭാഗം ചീഞ്ഞിട്ടുണ്ട്. ചീഞ്ഞു പോയി ഉണ്ടോ? ഇവിടെ ഒക്കെ ചീഞ്ഞു. അതെന്ന് തോന്നുന്നു. അല്ല ഒരുമിച്ച് നിൽക്കുന്നോണ്ട്. ഇത് വേറെയാ. അത് വേറെയാ. താവട്ടുണ്ടടി. ഉണ്ടോ? താഴോട്ടുണ്ട് കേട്ടോ. ഞാൻ കേറി പോവട്ടെ, ഞാൻ മടുത്തു. ഞാൻ മടുത്തു. കുഞ്ഞാറ്റിക്ക് കാച്ചിൽ ഇഷ്ടമാണോ കുഞ്ഞാറ്റെ? ആ നീലക്കാച്ചിൽ ഇഷ്ടമില്ലാത്ത കുഞ്ഞാറ്റയല്ലേ? വേയിച്ചങ്ങ് കൊടുത്താ മതിയേ. ഇഷ്ടമില്ലല്ലോ. കാച്ചില് വേയിച്ച് കുരുമുളകിന്റെ ഇതാക്കിയാ മതി. അതെ അതെ, കുരുമുളക് ഇട്ടിട്ട്. കുരുമുളക് പൊടി അല്ലേ? കുരുമുളക് പൊടിച്ചതാ നല്ലത്. പൊടി വാങ്ങുന്ന ഗുണമില്ല. പൊടിച്ച കുരുമുളകും ഉപ്പും എണ്ണയും ഒഴിച്ചങ്ങ് ഒരു പിടി അങ്ങ് പിടിക്കണം. അതൊക്കെ ഓർത്ത് ഇരിക്കലേ വഴിയുള്ളെന്നാണ് തോന്നുന്നത്. പറ്റുള്ളൂ. ഇതെല്ലാം പറിച്ചെടുത്താലേ പറ്റുള്ളൂ. കൊറേ സ്ക്രാച്ച് വന്നിട്ടുണ്ട്. ഇതൊരെണ്ണം ഒടിച്ചെടുക്കട്ടെ. ഇത് തന്നെയല്ല ഞാൻ ആദ്യം പറഞ്ഞേ. ഒടിക്കേണ്ട ആവശ്യമില്ല. എന്നാ ഇപ്പുറത്തൊന്നും അതുപോലെ വലിച്ചാ പോരെ? ഇതെടുത്താലേ മാറ്റിട്ട് കുഴിക്കാൻ പറ്റുള്ളൂ. ഇത് ഒടിക്കട്ടെ. ഒടിച്ചിട്ടുണ്ടെങ്കിൽ ഒടിക്ക്. നമ്മള് ആരെ പേടിക്കുന്നു? ഒരു കഷ്ണം ഇതിന്ന് പുഴുങ്ങിയാലോ? ബാക്കി മണ്ണിന്റെ അടിയിൽ തന്നെ വെച്ചാലോ? ഈ ഭാഗം പുഴുങ്ങിയാലോ? ബാക്കി മണ്ണിന്റെ അടിയിൽ തന്നെ വെച്ചാലോ? മുള കൊടുക്കണ്ടേ? കാച്ചില്, നീലക്കാച്ചിൽ അതേ നടക്കുള്ളന്നായിട്ടേ തോന്നുന്നേ. അതിന്റെ അടിയിലോട്ട് ഇതൊക്കെ പോയി. ഇത് കണ്ടോ? ഇത് പോയതാന്ന് തോന്നുന്നു. ഇത് പറിക്കാനായോന്ന് പോലും അറിയത്തില്ല. ഈ സമയത്താണ് ഇത് പറിക്കുന്നതെന്ന്. കൊതി വരുമ്പോ പറിക്കുന്നു. അതെ, അത് പറിക്കണ്ട ചേട്ടേ. അതവിടെ മൂടിയിട്. ഇത് മതി. അത് അതിന്റെ അടിയിലോട്ടുണ്ട്, നടക്കുകയല്ല. ഇപ്പൊ പറിച്ചില്ല പിന്നെ എപ്പോഴാ പറിക്കുന്നത്? അതെന്തായാലും നമ്മൾ ഇത്രയും തിന്നുന്നില്ലല്ലോ. അത് മൂടിയിട്ടാ കുഴപ്പമൊന്നും വരികയില്ല. മൂടിയിടല്ലേ? നമുക്ക് മൊത്തം ആവശ്യമില്ലാത്തതുകൊണ്ട് നമുക്ക് ആവശ്യമുള്ളത് മാത്രം നമ്മൾ എടുത്തു. അല്ലെങ്കിൽ അധികമായ പറിച്ചു വെച്ചിരുന്ന കൊള്ളുകയല്ലേ. ഇനി ഇതിങ്ങനെ ആക്കിയിട്ട് അത് പോവോന്ന് അറിയത്തില്ല. ഇല്ല, മണ്ണ് മൂടിയിട്ടാ പോകുന്നില്ല. ഇത് ഇനി അടിയിലോട്ടാ, നടക്കുകയല്ല. അതുകൊണ്ട് നടക്കുകയൊക്കെ ചെയ്യും. പിന്നെ നമുക്ക് ഇത്ര ആവശ്യമില്ലാത്തതുകൊണ്ട് നമ്മൾ ഇത്ര പറിക്കുന്നില്ല. ബാക്കി നമുക്ക് മൂടിയിടാം അല്ലേ? മൂടിയിടാം. ബാക്കി ഭാഗം മൂടിയിട്ടിരിക്കുന്നു. പൊടി പോലുമില്ല കണ്ടുപിടിക്കാൻ. പ്രിയ സഹൃദയരെ, അപ്പോൾ നമ്മുടെ കാച്ചില്, നീലക്കാച്ചില് അപ്പൊ ഒരു കഷ്ണം നമ്മൾ പറിച്ചെടുത്തു. ഇത്ര കിട്ടിയിട്ടുള്ളൂ. ഇത്രയിലാണോ? ഇതൊരു 5 കാണോ? 5ഒന്നുമില്ല. ഇല്ല, 2-3 അല്ലേ? ഇതാണ് സംഭവം. ഇനി നമുക്കത് പുഴുങ്ങിയിട്ട് കാണിച്ചു കൊടുക്കാം അല്ലേ? ഇനി അടുത്ത പണി മുഴുവൻ എന്റെയാണേ. അടുത്ത പണി നിന്റെയാണ്. നല്ല സെറ്റപ്പ് ആക്കി. 4 മണിക്കത്തെ ചായക്ക് കട്ടൻ ചായ, കാച്ചില്, നീലക്കാച്ചില് പുഴുങ്ങിയതും. നീലക്കാച്ചിലാണോന്ന് അറിയത്തില്ല. നീലക്കാച്ചില, ഈ കളർ കാണുമ്പോ അറിയത്തില്ല. ഇതുകൊണ്ട് പറിച്ചെടുത്ത കാച്ചിലാണ്. എത്ര കഷ്ടപ്പെട്ടെന്ന് അറിയോ ഇതൊന്ന് പറിച്ചെടുക്കാൻ. പിന്നെ ഇനി നമുക്കിത് കഴുകാം. ഇതിന്റെ ഇരട്ടി ഉണ്ട് ഇനി മണ്ണിന് അടിയിലോട്ട്. ഇതിന്റെ ഇരട്ടിയുണ്ട്. ഇരട്ടിയുടെ ഇരട്ടി കാണുമോന്ന് സംശയമുണ്ട്. 5-8 കിലോ ഉണ്ടാവും ആ ചൂട് മൊത്തം പറിച്ച. ഇവിടെ എല്ലാം കൊത്തുണ്ട് കേട്ടോ.
ഇതുണ്ടോ, ഇത് നീലക്കാച്ചിലല്ലേ? അത് എല്ലാ കാച്ചിലും ഉണ്ടെന്ന് തോന്നുന്നു. അത് ആ നീല, വെയില്. പക്ഷെ ഇത് നീലക്കാച്ചിൽ തന്നെയാ, കാണുമ്പോ അറിയാം. ചിലര് പറയുന്നേക്കാം വെള്ളക്കാച്ചിലിന് ടേസ്റ്റ് കൂടുതലാ, പക്ഷെ എനിക്ക് നമുക്ക് നീല. ഇത് നീല ആയതുകൊണ്ട് ഇതിന് പ്രത്യേക ഒരു ആകർഷണത്വം തോന്നുന്നു. നീല ഒരു വെറൈറ്റി ആയതുകൊണ്ട് ഒരു ആകർഷണത്വം തോന്നുന്നു, അതുകൊണ്ടാ. അതെ. ഇതാ ഇത്രയും കുട്ടപ്പനാക്കി എടുത്തിട്ടുണ്ട്, ബാക്കി തോല് കളഞ്ഞെടുക്കണം. അതിന്റെ നഖത്തിന്റെ വിഷയം കൂടെ കാണിച്ചേക്കാം. നീലക്കാച്ചിൽ റെഡിയായി, നമുക്ക് തിന്നാലോ. കൊതി സഹിക്കാൻ പറ്റുന്നില്ല കേട്ടോ. ഇതാ 3 തരം മുളക് ചമ്മന്തിയാണേ. ഇത് ചുമന്ന മുളക്, ഇത് കാന്താരി, ഇത് കുരുമുളക്. വലിയ നീല നിറമില്ല അല്ലേ? ഇല്ല, വലിയ നീല നിറമില്ല. ഇതിലും നീല നമ്മൾ ഇവിടുന്ന് പറിച്ചതിന് മുമ്പ് പറിച്ചത്, ഇതിലും നീല നിറം ഉണ്ടായിരുന്നു. അതെ, ടേസ്റ്റ് സൂപ്പറാണ്. സൂപ്പർ. ഇത് ചുമന്ന മുളക് ഞെക്കി തൊട. ഇങ്ങോട്ട് ഏതാ മുളക് വേണ്ടേ? ഇഷ്ടമില്ലെന്ന് നീലക്കാച്ചിൽ ഇഷ്ടമില്ലെന്ന് പറഞ്ഞ ആളാണേ. എങ്ങനെയുണ്ട് കുഞ്ഞാറ്റെ? കുരുമുളക് എടുക്കാം അല്ലേ? കഷ്ടപ്പെട്ട് പറിച്ച ആളിപ്പോഴാണ് തിന്നുന്നത്. സൂപ്പറാണോ? അല്ല, അന്നേരം എല്ലാം വെന്തിട്ടുണ്ട്, അടിപൊളി. ഒരാൾ കൊതിയും വിട്ടോണ്ടിരിക്കുന്നു. ചുവന്ന മുളക് ഏതാ വേണ്ടേ? ഏതാണ് ട്രൈ ചെയ്യുന്നത്? റെഡാ? എരിയൂല? അടിപൊളി, സൂപ്പർ.